ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നെല്ലിയാമ്പതിക്ക് പോണ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. പോണ വഴിയിൽ ഇതേപോലെ നെൽപ്പാടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നെൽപ്പാടങ്ങളിൽ ഇറങ്ങി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ നെൽപ്പാടങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കാണുക എന്നല്ലാതെ ഇങ്ങനെ ഇറങ്ങി വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കാണുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ നെല്ലൊക്കെ ഞാൻ പിടിച്ചു നോക്കുകയൊക്കെ ചെയ്തു. എന്ത് പ്രാന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ട് ഇറങ്ങി കാണണം കൊണ്ട് തോന്നുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ പോണ സ്ഥലമൊക്കെ നല്ല സെറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ടൊക്കെ. വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെല്ലിയാമ്പതിക്കുള്ളത്. കുതിരനെ കണ്ടിട്ടുണ്ടെങ്കിലും കുതിരവണ്ടി ആദ്യമായിട്ടാണ് കേട്ടോ ടി വിയിലൊക്കെ അല്ലാതെ കാണുന്നത് നേരിട്ടിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുന്നിലും ബാക്കിലുമായിട്ട് ട്രാവലറും ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിർത്തി ടിക്കറ്റൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു കാട്ടുപോത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാട്ടുപോത്തിൻ്റെ പ്രതിമയാണ് ഫസ്റ്റ് കണ്ടപ്പോൾ നമ്പർ നിന്ന് എന്താ കാട്ടുപോത്ത് ഇവിടെ നിന്നൊക്കെ കരുതിയിട്ട്. നെല്ലിയാമ്പതിക്ക് പോണ വഴി ഫുള്ള് അട്ടപ്പാടി ചുരം പോലെയൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അട്ടപ്പാടി ചുരം എങ്ങനെയാണ് നിറച്ചും മരങ്ങളും കാടുകളൊക്കെ ആയിട്ടുള്ളത് അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു ഡാമിൻ്റെ പോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. തിരിച്ചു വരുമ്പോൾ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ വ്യൂകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാനൊക്കെ. പിന്നെ ഞാൻ വല്ലാണ്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല മലകളുടെ ഇതിൻ്റെയൊക്കെ. ചുരമൊക്കെ കയറി ഇറങ്ങിയതിന് ശേഷം ഇത് ആൾക്കാരൊക്കെ ഉള്ള ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ചെടികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്, വിൽക്കണമുണ്ട്. പിന്നെ ഈ ആമ്പൽ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ മുമ്പിൽ ബസ്സുകളും കാറുകളും ബൈക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടേതായ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബസ്സൊക്കെ ഫ്രണ്ടിൽ കണ്ടപ്പോൾ നല്ല വൈബ് തോന്നിയിട്ട്. കാരണം ബസ്സിലൊക്കെ പോകുമ്പോഴല്ലേ നല്ല ചില്ലായിട്ട് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുക. കാറിലൊന്നും പോയാൽ പറ്റൂലല്ലോ. അപ്പോൾ ഇതാ ഇവിടെ KSRTC ഉണ്ട് കേട്ടോ. ഉല്ലാസയാത്ര എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ടൂറിസ്റ്റിനുള്ള ബസ്സാന്ന് തോന്നുന്നു. ഇതൊക്കെ നല്ല ലാഭമാണ് തോന്നുന്നു കേട്ടോ അങ്ങനെയൊക്കെ വരുന്നത് ഇതിൽ. പിന്നെ ഇതാ അത് ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇതേപോലെ നിറച്ച് തേയിലത്തോട്ടങ്ങളും ഉണ്ട്, പിന്നെ കാപ്പിത്തോട്ടങ്ങളും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ നല്ല കാപ്പി പഴുത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കാപ്പിത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ തേയിലത്തോട്ടം ആദ്യമായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് അവിടെ എന്തോ ടിക്കറ്റോ എണ്ണോ എടുക്കണം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. ഇത് കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ. നല്ല വ്യൂ പോയിൻറ്റുകളൊക്കെ ഇടയിലിടയിലുണ്ട്. നല്ല പിക്കും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല തണുപ്പും പിന്നെ ഒരു ദാഹം കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഏതോ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുകയായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ കണ്ടത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ മേഘമൊക്കെ ഇതായി നിൽക്കണോ കണ്ടപ്പോൾ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നടന്ന് വന്നപ്പോഴാണ് ഇത് ഈ കുരങ്ങനെ കണ്ടത് കേട്ടോ. ആ പ്ലാസ്റ്റിക് കുപ്പി പൊട്ടിച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ കുടിക്കായിരുന്നു കേട്ടോ. അയച്ചിട്ടാവും തോന്നുന്നു പാവം. ഇവിടെ നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതുകൊണ്ട് നേരെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഈ ഒരു മരം അത്ര ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മരത്തിൻ്റെ താഴെ നിന്ന് ഒരു ഫോട്ടോയെങ്കിലും എടുക്കാതെ ആളുകൾ പോകില്ല അത്രയും. അപ്പോൾ അതാ ഇവിടെയും കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിറച്ച് വികൃതി കാട്ടിയും കൊണ്ട് കുരങ്ങും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു പോകുമ്പോഴുള്ള ഈ വ്യൂ ആണ് കേട്ടോ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി നേരെ അറിയണത്. അങ്ങോട്ട് പോകുമ്പോൾ അത്രക്ക് ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരുന്നു കേട്ടോ നല്ല സെറ്റായിട്ട് കാണാൻ. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ ചെടികളൊക്കെ ഉള്ളതും ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെജിറ്റബിൾസിൻ്റെ തൈകൾ, കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനത്തെ സംഭവങ്ങളുടെയും പിന്നെ അത് ഈ ആമ്പൽ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഓറഞ്ച് മരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓറഞ്ച് അതൊന്നും പറിച്ചാൻ പാടില്ല. ഇതാ കണ്ടത് നിറച്ച് ചെറിയ ചെടികളൊക്കെ. ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങാനും കിട്ടും കേട്ടോ. അവിടെ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല സെറ്റാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞാൻ കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കണ്ടാണ്ട് ഈ പന്നികളെ പകലിങ്ങനെ പന്നി നടക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ പന്നീനെ തന്നെ ഇങ്ങനെ നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അവിടെ നിന്ന് വന്നത് ഈ ഒരു പോത്തണ്ടി ഡാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ കണ്ടു വന്നപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നിട്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. വിശന്ന് വലിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ മറക്കരുതല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ എന്തായാലും മറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ മന്തിക്കായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.